വെൽക്കം മൈ യൂട്യൂബ് ഫാമിലി. ആണ്ട് ഞാനിത് അരി അടുപ്പത്തിട്ട് എന്തിനാണെന്നറിയാമല്ലോ, നല്ല തിളച്ച്. അയ്യോ, ഇന്ന് നമുക്കൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ്. അപ്പോഴത്തേക്കും നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ ഉരുളക്കിഴങ്ങും തേങ്ങാക്കൊത്തും സോയാബീനും എല്ലാം ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നു കേട്ടോ. നമുക്ക് പൊതിച്ചോറിൽ വെക്കണ്ടേ. എന്താ മസാല പുരട്ടാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ എന്താ കുറച്ച് തൈര് ഒഴിച്ചു കേട്ടോ. പിന്നെ ദാണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ദാണ്ട് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മതി. പിന്നെ കുറച്ച് എന്തൊക്കെയോ താഴെ വീണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി മതി. മുളക് പൊടി ഇച്ചിരി കൂടുതലിട്ട്, പിന്നെ ഇച്ചിരി രുചിക്ക് വേണ്ടി ഇച്ചിരി ചിക്കൻ മസാല. ഓക്കെ. പിന്നെ ലാസ്റ്റ് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കേട്ടോ. വലിയ മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഫ്രൈ ചെയ്യാൻ നേരത്തെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ എല്ലാം കൂടെ ഒന്ന് നല്ല മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ദാണ്ട ഈ ബീട്രൂട്ട് തോരൻ ഞാൻ എടുത്ത് വെച്ചതാണ് നേരത്തെ കേട്ടോ. പെട്ടെന്ന് ഞാനിതൊന്ന് തോരൻ അരിഞ്ഞൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. അങ്ങനെ ദാണ്ട നമ്മുടെ ബീട്രൂട്ട് ദാണ്ട ഇടുകയാണ്, കടുക് വറുത്ത്. ഇനി അരപ്പിട്ടങ്ങ് അങ്ങനെ തോരൻ അരപ്പങ്ങിട്ട് കേട്ടോ. അരപ്പിട്ടങ്ങ് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് വേണ്ട എന്താണെന്നറിയോ, അതുകൊണ്ട് ഇനി ചമ്മന്തി അരയ്ക്കണം. എന്താണ്ട് ഞാൻ പെട്ടെന്ന് ഇനി ചമ്മന്തി അരച്ചിട്ട് വരാം. ചമ്മന്തി ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം എന്തുവാന്ന്, സസ്പെൻസ്. അതാണ്ട് അപ്പം നമുക്ക് ചിക്കനൊക്കെ നമ്മൾ ഇതിനകത്ത് വെക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ചെറിയ, അതായത് നമ്മൾ തൈരും പച്ചമുളകും തക്കാളിയും എല്ലാം ഇട്ടിട്ട് ചെറിയൊരു സലാഡ്, ചാറ് കണക്കല്ല കേട്ടോ, ഒന്ന് നമ്മളെ പൊതിച്ചോറി വെക്കാൻ വേണ്ടി കട്ടിക്ക്. നമ്മുടെ ഈ ചമ്മന്തിയിൽ വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഉപ്പ് ഞാൻ കുറച്ചായിരുന്നു ഇട്ടത് കേട്ടോ. പിന്നെ ഈ പപ്പടം അങ്ങോട്ട് വെച്ചിട്ട് പപ്പട ചമ്മന്തി. ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ചമ്മന്തിക്ക് ഒരു സ്പെഷ്യലി ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന്. കാരണം അപ്പം നിങ്ങൾ തേങ്ങ അരയ്ക്കുമ്പം ചമ്മന്തിക്ക് അരയ്ക്കുമ്പം ഉപ്പ് കുറച്ച് ചേർക്കാം കേട്ടോ. നല്ല ഇത് മിക്സ് ചെയ്യണം. അതുകൊണ്ട് ചിക്കൻ്റെ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ആദ്യമേ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഓർത്തോളുക, അറിയാവുന്നവർക്കറിയാം, ഉള്ളി നല്ല കരിഞ്ഞിങ്ങ് വരും. അതുകൊണ്ട് പകുതി വെന്തതിന് ശേഷം മാത്രം ഉള്ളി ഇടുകയാണെങ്കിൽ ഉള്ളി കരിയത്തില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് തിരിച്ചിടാം. പപ്പട ചമ്മന്തി ഇതാ ഇവിടെ വെച്ചു. ചമ്മന്തി തോരയായെന്ന് തോന്നുന്നു കേട്ടോ, പക്ഷേ പപ്പട ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്കത് ഇവിടെ ഒരു ഇച്ചിരി ഒന്ന് സ്ഥലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സലാഡില്ലേ, കട്ടി സലാഡ്, അത് വെച്ച് കൊടുത്തു. പിന്നെ സലാഡിൻ്റെ ഈ സൈഡിലോട്ട് തന്നെ ചിക്കൻ ഫ്രൈ. തോനെയൊന്നുമില്ല, ഒരു ചെറിയൊരു പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ളതല്ലേ, ഇത് തന്നെ ധാരാളം. പിന്നെ ദാണ്ട് നമ്മുടെ മെഴുക്ക് വരട്ടി, ബീട്രൂട്ട് തോരൻ വെച്ചു കൊടുത്തു. ഇനി ദാണ്ട് നിങ്ങൾക്കറിയാമല്ലോ, മീൻ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ മീൻ ഫ്രൈ ആണെങ്കിൽ അതിനകത്തോട്ട് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കും. ഇപ്പം ചിക്കൻ ഫ്രൈ ചെയ്ത കടായിലോട്ട് വേണ്ട ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ഓംലെറ്റ് വേണം. കേട്ടോ, ഇനി വല്ലതും ബാക്കിയുണ്ടോ? നമുക്ക് ഇച്ചിരി അച്ചാർ വെക്കണം കേട്ടോ. ഇന്ന് അച്ചാറിന് ഞാനാണ്, ചിക്കനൊക്കെ ഉള്ളത് കൊണ്ടേ നമുക്ക് എപ്പോഴും ഒരു മധുരം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം, ചിക്കനൊക്കെ കഴിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അന്ന് നമ്മൾ ഖജൂറിൻ്റെ ഡേറ്റ്സിൻ്റെ അച്ചാർ ഉണ്ടാക്കിയില്ലായിരുന്നു, ഈത്തപ്പഴ അച്ചാർ. അതുണ്ട്, അത് കുറച്ച് വെക്കാം. കുറേ കാലിയായി, കുറച്ചുണ്ട്, അതെടുത്ത് നിങ്ങൾ വിചാരിക്കുന്നത് എന്തിന് കോമ്പിനേഷൻ. ഇവിടെ പിന്നെ എന്തെങ്കിലും എരിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ചോറിൻ്റെ കൂടെ എപ്പോഴായാലും ശകലം ഇത് കുറച്ച് എരിയും പുളിയും മധുരം എല്ലാം കൂടെ ഉള്ള അച്ചാറാണ്. അതും കൂടെ വെച്ച് ഇനി നമുക്കിതിനെ പൊതിയാം. അങ്ങനെ ഞാൻ ഇല മടക്കാൻ പോവുകയാണ്. എല്ലാം സെറ്റായി. ഇതിനൊക്കെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റുന്നത്. കുറച്ച് ചമ്മന്തി എടുത്ത്, നമ്മുടെ പപ്പട ചമ്മന്തി, പിന്നെ നമ്മുടെ ഇറച്ചി വെച്ചില്ല അതും, തൈരും. നല്ല മണം അടിക്കുന്നു കേട്ടോ, വായിലോട്ട് വെച്ചോളാനേ വയ്യ, കൊതിയാവുന്നു. ഓക്കെ.
ചിക്കൻ ഫ്രൈ. ഒരു ചമ്മന്തി ആയാലും മതി. പൊതിച്ചോറിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വാ, അപാര ടേസ്റ്റ് തന്നെ. നമ്മുടെ മസാല വെച്ച മുട്ട അതങ്ങനെ കഴിക്കാൻ പോകണം. ഞാൻ ചോറ് കുറച്ചെടുത്തുള്ളത് കേട്ടോ, കഴിഞ്ഞ ട്രിപ്പ് തോനെയും കൂടിപ്പോയി, കഴിക്കാൻ പറ്റില്ല. ഇച്ചിരി സലാഡ്. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. ചിക്കൻ ഫ്രൈ ഉള്ളിയെല്ലാം കൂടെ കിടന്നുണ്ട് ആ മസാല ചോറിനകത്ത് പിടിച്ച്. ചൂട് ചോറല്ലായിരുന്നു.